The birthday party. Princess Julia went to the table. Princess Julia ടേബിളിൻ്റെ അടുക്കിലേക്ക് ചെന്നു ആൻഡ് കട്ട് ദ കേക്ക്. എന്നിട്ടോ അവൾ ആ കേക്ക് കട്ട് ചെയ്തു. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ ടേബിളിൻ്റെ അടുക്കിൽ ചെന്നു, അവൾ കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ എങ്ങനെ കാണപ്പെട്ടു? ഷീ ലുക്ക്ഡ് ക്യൂട്ട്. ക്യൂട്ട് മീൻസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ലുക്ക്ഡ് വെരി ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവളുടെ സുന്ദരമായ വജ്രത്തിൻ്റെ കിരീടം ധരിച്ച് അവൾ വളരെ സുന്ദരിയായിട്ട് കാണപ്പെട്ടു. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈയടിച്ചു, പിന്നെയോ ഗാനം ആലപിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്നവർ ബർത്ത്ഡേ ആശംസകൾ നേർന്നു. എവരി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ് ജൂലിയ. എല്ലാവരും അവരുടെ ഗിഫ്റ്റൊക്കെ ജൂലിയയ്ക്ക് കൊടുത്തു. ദേ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ് ടു ജൂലിയ. ജൂലിയയ്ക്ക് പ്രസൻസ് എല്ലാം കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് വളരെ നന്ദിയുണ്ട്. ടു യു ഓൾ. നിങ്ങളോട് എല്ലാവരോടും. ആരാ പറഞ്ഞതെങ്ങനെ? ജൂലിയ പറഞ്ഞു. ദ മെർമെയ്ഡ്. ജൂലിയ ദ മെർമെയ്ഡ് സെറ്റ്. ജൂലിയ എന്ന് പറഞ്ഞ മെർമെയ്ഡ് പറഞ്ഞു, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ലെറ്റ് us ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. ലെറ്റ് us ഡാൻസ്. നമുക്ക് നൃത്തം ചെയ്യാം. ആൻഡ് ഹാവ് ഫൺ. നമുക്ക് രസിക്കാം. സെഡ് ദ പ്രിൻസസ്. പ്രിൻസസ് പറഞ്ഞു. സ്മൈലിങ്. എങ്ങനെയാണ് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട്. സ്മൈലിങ്. ദ മ്യൂസിക് ബിഗാൻ. ഗാനം തുടങ്ങി, അല്ലെങ്കിൽ ഗാനാലാപനം തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ദ ഫീസ്റ്റ്. നൗ ലെറ്റ് us ഹാവ് എ ഫീസ്റ്റ്. നമുക്ക് സദ്യക്കൊരുങ്ങാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും തങ്ങളുടെ ഫുഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദേ എൻജോയ്ഡ് ദെയർ ഫുഡ്. അവരവരുടെ ആഹാരപദാർത്ഥങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. സോ യമ്മി. എന്ത് രസം. സോ ഡെലീഷ്യസ്. എത്ര ഡെലീഷ്യസ് ആണ്. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. ഒരു സ്റ്റാർ ഫിഷ് ആണെങ്കിൽ അവൻ്റെ പാത്രം നക്കി. ഐ ലവ് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ഷാർക്കാണെങ്കിലോ, ഷാർക്ക് ഒരു വലിയ കഷ്ണം അങ്ങ് വിഴുങ്ങി. എ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ആ ജ്യൂസ് വളരെ രസമുള്ളതാണ് കേട്ടോ. എ ജെല്ലി ഫിഷ് സിപ്ഡ് ഇൻ ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ജെല്ലി ഫിഷ് അവസാനത്തെ തുള്ളി വരെ കുടിച്ചു. സഡൻലി പെട്ടെന്ന് ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. ഡോൾഫിൻ വലിയ ഉച്ചത്തിൽ വിസിലടിച്ചു. വളരെ ഉച്ചത്തിൽ വിസിലടിച്ചു. വാട്ട് ഈസ് ഹാപ്പനിങ് ആസ് ദ ഷാർക്ക്. ഷാർക്ക് ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ യമ്മി? യമ്മി മീൻസ് ഡെലീഷ്യസ്. വളരെ ഹൃദ്യം, അപ്പിറ്റൈസിങ് എന്നൊക്കെയാണ് കേട്ടോ. ഗൾപ്ഡ് മീൻസ് സ്വാളോ ക്വിക്ക്ലി ഓർ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ആഹാരം കൂടുതൽ വിഴുങ്ങുന്നതിനാണ് ഈ ഗൾപ്ഡ് എന്ന് പറയുന്നത്. റിഫ്രഷിങ്. റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവൈവിങ്, സ്റ്റിമുലേറ്റിംഗ് എന്നൊക്കെയാണ്. റിഫ്രഷിങ് മീൻസ് റിവൈവിങ്, സ്റ്റിമുലേറ്റിംഗ്. ഉന്മേഷദായകമായ എന്ന് വേണേൽ പറയാം കേട്ടോ. ദി മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. ആൾക്കാർ വരികയാണ്. എന്തിനാണ് വരുന്നത്? ദേ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കടലിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാനാണ് വരുന്നത്. ദേ ആർ കമ്മിങ് ടു ഡംപ്. ഡംപ് മീൻസ് ടു ത്രോ എവേ. എറിഞ്ഞു കളയുക അല്ലെങ്കിൽ കൂട്ടിയിടുക. അശ്രദ്ധയോടെ വലിച്ചെറിയുന്നതിനും കൂട്ടിയിടുന്നതിനുമാണ് ഈ ഡംപ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഡെപ്പോസിറ്റ് ഓർ ഡിസ്പോസ് റബിഷ്. അപ്പോൾ അവർ വരുന്നത് എന്തിനാ? അഴുക്ക് സാധനങ്ങളെല്ലാം കടലിലേക്ക് വലിച്ചെറിയാനാണ് വരുന്നത്. എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. ഡോൾഫിനാണ് പറഞ്ഞത്. എന്താ ഡോൾഫിൻ പറഞ്ഞത്? ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. മനുഷ്യർ വരുന്നത് കടലിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാനാണ്. ഓൾ ബിക്കെയിം ആംഗ്രി. എല്ലാവർക്കും ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും മരിച്ചു. ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അവർ അറിയാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചങ്ങ് മരിച്ചു. ദ ഷാർക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ്സ്. ഷാർക്ക് എന്ത് ചെയ്തു? അവനവൻ്റെ പല്ലിറുമി. ദ ഷാർക്ക് സ്രാവ് അവൻ്റെ പല്ലിരുമി എറുമി ദേഷ്യം അന്യോന്യം. നമുക്ക് ഡോണ്ട് വറി ഫ്രണ്ട്സ്. നിങ്ങൾ ദുഃഖിക്കേണ്ട സുഹൃത്തുക്കളെ. സെഡ് ദ ബ്ലൂ വെയിൽ. നീല തിമിംഗലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഡോണ്ട് വറി ഫ്രണ്ട്സ്. നിങ്ങൾ ദുഃഖിക്കേണ്ട. ഐ ആം ദി ബിഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഞാനാണ്. ഐ ആം ദി ബിഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? ഇറ്റ് ഇസ് ദ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആനിമൽ. ഐ വിൽ ഡ്രൈവ് ദം അവേ. ഞാനവരെ ഓടിച്ചു വിടാം.
ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ. നീലത്തിമിംഗലം പെട്ടെന്നൊന്ന് വട്ടം തിരിഞ്ഞു. ആൻഡ് സ്വിഷ്ട്, വളരെ വേഗത്തിൽ പോകുന്നതിന് സ്വിഷ്ട് എന്ന് പറയുന്ന ശബ്ദത്തോടുകൂടി ഹിസ്സിങ് സൗണ്ടിൽ പോകുന്നതിന് സ്വിഷ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പോയി. സ്വിഷ് മീൻസ് വളരെ വേഗത്തിൽ മൂവ് ചെയ്യുക. മൂവ് വിത്ത് ഹിസ്സിങ് ഓർ റഷിങ് സൗണ്ട്. അങ്ങനെ നീലത്തിമിംഗലം വളരെ ശക്തിയിലങ്ങൂടി ഹിസ്സിങ് സൗണ്ടോടുകൂടി. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ട്. ദി ഷാർക്ക് ഫോളോഡ് ഹർ. ആ ഷാർക്ക് ഉണ്ടല്ലോ, അവളുടെ പിറകെ പോയി. ദ ഷാർക്ക് ഫോളോഡ് ഹർ. ഷാർക്ക് അവളുടെ പിറകെ പോയി. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? ഇനി ബ്ലൂ വെയിൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഫൊർഗീവ്നെസ്, മാപ്പ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. നീലത്തിമിംഗലവും സ്രാവും കൂടി ബോട്ടിൻ്റെ അടുക്ക് ചെന്നു. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. ബോട്ടിന് സമീപത്ത് ചെന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഇറ്റ്സ് ടെയിൽ. സ്രാവ് എന്ത് ചെയ്തെന്നോ, അവൻ്റെ വാലുകൊണ്ട് വള്ളത്തിലിട്ടൊരു അടി കൊടുത്തു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഇറ്റ്സ് ടെയിൽ. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ, പേടികൊണ്ട് വിറച്ചു. ദ ക്രൈഡ് ഫോർ ഹെൽപ്പ്, അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞു വിളിച്ചു. അതുവരെ അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞു വിളിച്ചു. ബൈ ദിസ് ടൈം, ഈ സമയത്ത് പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച് ദെയർ. രാജകുമാരിയും മറ്റുള്ളവരോട് എത്തിച്ചേർന്നു. ഐ വിൽ ക്രഷ് ദം, ഞാൻ അവരെ തവിട് പൊടിയാക്കും. ക്രാബ് ഓപ്പൺ ദ ഹെയർ ക്ലോസ്, അവളുടെ ക്ലോ അങ്ങോട്ട് തുറന്നു. ക്രാബ് ഞണ്ടെന്ത് ചെയ്യും? ഞണ്ടതിൻ്റെ ക്ലോ കൊണ്ടിങ്ങനെ ഇറുക്കുക ചെയ്യുന്നു, ഇറുക്കി പിടിക്കും. ദ ക്രാബ് ഓപ്പൺ ദ ഹെയർ ക്ലോസ്. പ്ലീസ് ഡോണ്ട് ഹർട്ട് അസ്, ദയവായി ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ മുറിവേൽപ്പിക്കല്ലേ. പ്ലീസ് ഡോണ്ട് ഹർട്ട് അസ്, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻഡസ്ട്രി അഗെയിൻ, ഞങ്ങൾ വീണ്ടും ഈ കടലിൽ കൊണ്ടൊന്നും വിടില്ല. വി ഡോണ്ട് ഡംപ് വേസ്റ്റ് ഇൻഡസ്ട്രി അഗെയിൻ, ഇനി ഒരിക്കലും ഞങ്ങൾ കടലിൽ വേസ്റ്റ് കൊണ്ടിടില്ല. യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, നിങ്ങൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയാണ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ, പ്രിൻസസ് ജൂലിയ വാണിംഗ് നൽകി, മുന്നറിയിപ്പ് നൽകി. ആൻഡ് ലെറ്റ് ദം ഗോ, എന്നിട്ട് വരെ പോകാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്, സൂര്യകിരണങ്ങൾ തിരമാലകളെ പ്രകാശിപ്പിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്, സൂര്യകിരണങ്ങൾ തിരമാലകളെ തിളക്കമുള്ളതാക്കി. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.